എന്താ ഒന്നുമില്ലടാ. സർവീസ് തന്നെയാ. ഇതെവിടെ മണ എവിടേക്കാ വീട്ടിൽ എത്തിയോ? ഓരോ എന്താ പാട്? ഓക്കെ അല്ലേ? ആ ശരി. ഏത് റിയാസ്? മരമുറി മെഷീൻ്റെ എപ്പോഴാണ് രണ്ടാളും ഒന്ന് നേരാക്കി വിട്ടപ്പോ വേറെ സ്വിച്ചോടെ ഇതിന്റെ കണക്ഷൻ ഉള്ളിൽ കൊടുക്കല്ലേ? ഇതിന്റെ കണക്ഷൻ ഉള്ളിൽ കൊടുക്കല്ലേ? ഇത് പുറത്ത് കൊടുത്താ പോരെ? ഒരു സന്തോഷം. നിങ്ങളുടെ മെഷീനത്തെ പൊടി തന്നെയാണ് പറഞ്ഞത്, ഇന്റെ അല്ല. അലർജി ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ അവസ്ഥ, അപ്പൊ എന്റെ ഒക്കെ ഒരു അവസ്ഥ അലീശൊക്കെ, നിങ്ങളില്ല പൊടിയോട്ടൊക്കെ കൊടുന്നു തരും. ഞങ്ങൾ ഡെയിലി ഇതന്നെയല്ലേ. ഒരാള് ടൈൽസിന്റെ പൊടിയോട്ട് വരും, ഒരാള് ചുമരിന്റെ പൊടിയോട്ട് വരും, ഒരാളുടെ വല ഫാക്ടറിന്റെ പൊടിയോട്ട് വരും. എന്നാണ് നമ്മളെ പഠിച്ചു പോകുന്നത്. പൊടി, രഞ്ജിൻ പൊടി, ഇരുമ്പും പൊടി, ഷീറ്റ് പൊടി, ഇതൊന്ന് കുഞ്ഞു കുഞ്ഞു റീലാക്കിയിടോ, എന്നിട്ട് റീൽസ് ഇടോ. ചിലത് 10 മിനിറ്റ് വരും, ചിലവ് 12 മിനിറ്റ്, ചിലവ് അരമണിക്കൂർ, 30 മണിക്കൂർ, 1 മണിക്കൂർ. അതങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഇത് പണിയുടെ ഇടയിൽ അത് കട്ട് ചെയ്യാൻ നടക്കില്ലേ? പിന്നെ എഡിറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യലുള്ളൂ. ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞില്ലേ? അത് അങ്ങനെ വളച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ, ഒരേപോലെ കൊടുക്കട്ടോ, പൊന്തി നിൽക്കണ്ട. ഇവിടെ ഇങ്ങനെ വയറ് ഞങ്ങളെ നെയ്യല്ല അയച്ചിട്ട് ഒന്നും കാണില്ല. അങ്ങനെ അങ്ങനെ കൊടുക്കണ്ടല്ലോ, ഇങ്ങനെ കൊടുക്കില്ലാന്ന്. നിങ്ങൾ അതിനാണ് മേലെയാണല്ലോ. നീ
ഒന്ന് കൊടുക്കാൻ പറയുന്നൊക്കെ അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെയാണ് കൊടുക്കുന്നത്. അത് ഈസിയാക്കിനായിട്ട് കിട്ടിയാലും പറ്റില്ല. അങ്ങനെ കിട്ടണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി തന്നാ പോരെ? അങ്ങനെ പൊന്തി വെക്കണ്ട, വയറ് പോലെ തന്നെ ആയിക്കോട്ടെ. വെൽഡ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത പോലെ ആയിക്കോട്ടെ. ജോയിന്റ് അറിയാത്ത പോലെ ഇങ്ങനെയല്ലേ നിങ്ങൾ പറയണേ? ഇനി വയറ് വളഞ്ഞ് വയറ് വരുതി ഇതൊന്നും എൻ്റെ അടുത്ത് പറയുമ്പല്ലോ. പക്ഷെ 4 മീറ്റർ ഇട്ടാ മതി. 2 ദിവസം കഴിഞ്ഞിട്ട് പറയും. ഇനി എന്ത് പൊടി നല്ല പൊടിയൊക്കെ ഇവിടെ ഞാൻ പറപ്പിച്ചില്ലേ? ഞാൻ കുട്ട വഴി അറിയില്ല. അപ്പൊ 20 എത്ര മിനിറ്റ്?